പണ്ട് കണ്ടൊരു റീലില് ഒരു സമയം എനിക്ക് ഓർമ്മ വന്നു. ഫ്രണ്ട്സ് തന്നെ അയച്ചെന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അലറി വിളിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ ആരും അറിയിക്കുന്നവര് ബേസ്റ്റ് ആവാൻ തോന്നി. റിസൾട്ടില് എന്റെ പേരുണ്ട് കുറെ കോൾ കണ്ടു. പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചു, ശ്രദ്ധിച്ചില്ല. അപ്പൊ അവള് പറയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇല്ല, എനിക്ക് തന്നെ വിശ്വാസം, എനിക്ക് ജോലി കിട്ടിയോ ആ ഒരു അർത്ഥത്തിലായിരുന്നില്ല. സന്തോഷം തോന്നി. ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല, എനിക്ക് കിട്ടിയോ എന്നുള്ള അർത്ഥത്തില് ഒന്നും ഉറപ്പായില്ല. പിന്നെ 2 പ്രാവശ്യം ഫ്രണ്ട്സിനോട് ചോദിച്ച് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു എന്റെ പേരിനെയാണ് ഉറപ്പാക്കിയത്. കണ്ടപ്പോഴേ സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ ഇത്ര നേരം സ്ട്രാറ്റജി, ഓരോ മാത്സും ഇംഗ്ലീഷ് റീസണിങ് ജികെയുടെ സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അതിൽ ടൈം ടേബിൾ എന്തായിരുന്നു? ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഒരു ഡെയിലി? ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. റേസിൽ വരെ പഠിത്തം മാത്രമല്ല, ഞാൻ പറഞ്ഞ വർക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കുറച്ച് ചെയ്യാറുണ്ട്. അത് രാവിലെ ഞാൻ ഓടാൻ പോകുമായിരുന്നു ഹവിൽദാറിന് വേണ്ടിയിട്ട്. അവധില്ല, എനിക്ക് ഫിസിക്കലി ഫിറ്റ്നസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ ഒരു 6 to 7:30 ഒക്കെ ഞാൻ ഓടാൻ പോകും. അതിനുശേഷം ഫ്രഷപ്പ് ഒക്കെ ആയി റേസ് ഒരു 10 മണി അല്ല എത്തി. പിന്നെ പഠിച്ച് ഒരു 10 to 1 വരെയൊക്കെ ഞാൻ ലാബിലിരിക്കും. ലാബിലിരുന്ന് മോക്ക് ചെയ്യും. ഇപ്പം SSC ഇപ്പം റെയിൽവേ എല്ലാം പഠിക്കാറുണ്ട്. സോ ഒരു മണിക്കൂർ മോക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ അനാലിസിസ് ചെയ്തതിനു ശേഷം ഫർദർ വീഡിയോസ് കാണും. മാത്സ് ആണ്, ഏതാ ടോപ്പിക്സ് ഞാൻ ആ ദിവസം ഓരോ ദിവസത്തേക്ക് ഒരു ടൈം ടേബിൾ വെക്കും. ഇന്ന് ഈ ഒരു സെക്ഷൻ നോക്കണം എന്ന്. സോ അത് ഫോളോ ചെയ്തിട്ട് ആ സെക്ഷൻ കാണും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലാബിലാണ്, ലൈബ്രറി ആണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം സ്ഥലം കിട്ടുകയാണെങ്കിൽ ലാബിൽ ലൈബ്രറി ഇരുന്ന് ബാക്കി സെക്ഷൻ പഠിക്കുക. പിന്നെ ഓരോ ടൈമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അധികം ഇംഗ്ലീഷോ അല്ലെങ്കിൽ മാത്സോ നോക്കുക. അങ്ങനെ ഓരോ ദിവസം മാറും. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ GK, ഞാൻ പറഞ്ഞു വൈകുന്നേരം GK കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും GK സ്റ്റാറ്റിക്സ് ആണെങ്കിലും നമുക്ക് പഠിക്കാൻ സെക്ഷനിലുണ്ട്. സോ വൈകുന്നേരം സമയം 4 to 4 to 7 അല്ലെങ്കിൽ 4 to 6 ഒക്കെ പണ്ടൊക്കെ പഠിക്കുന്ന ടൈമിൽ GK പഠിക്കാനാണ് വൈകുന്നേരം ഉപയോഗിക്കും. അപ്പം ടീമായിട്ട് ഇരുന്നിട്ട് നമ്മൾ GK ചോദിക്കും. അങ്ങനെ പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ഒരു ടീമും ഉണ്ട് എൻ്റെ ഒപ്പം. അവരുടെ കൂടെ അഞ്ജന, വൈഷ്ണവി, ശിവാംഗി, അവരുടെ കൂടെ കറണ്ട് അഫയേഴ്സ് ഇരുന്ന് പഠിക്കും. അങ്ങനെ എല്ലാം ഏകദേശം ഒരു ദിവസം കവറപ്പ് ചെയ്യാം. മിസ്സുമാർ പറഞ്ഞ മെന്റേഴ്സ് പറഞ്ഞ ഒരു ദിവസം എല്ലാം ഏകദേശം കവറപ്പ് ചെയ്യണം. മോക്കിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം കവറപ്പ് ചെയ്യണം. സോ അങ്ങനെയായിരുന്നു ഞാൻ കൊണ്ടുപോയത്. പിന്നെ വൈകുന്നേരം രാത്രി ആണെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് 10 മണിയാകുമ്പോൾ പോകുന്നതായിരിക്കും. ഡെയിലി ഒരു 10 മണി വരെ മോർണിംഗ് എപ്പോഴാണോ വരുന്നത് അതിനുശേഷം ഒരു 10 മണി വരെ ഒരു റേസിലുണ്ടാവും. ഒരു റെഗുലർ പ്രാക്ടീസ് എന്തായാലും ഉണ്ട്. ശരി, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസിലായാലും കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇനി നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് പ്രധാനമായും സോഷ്യൽ മീഡിയ. ഓക്കെ, ഇപ്പോൾ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയാലും സോഷ്യൽ മീഡിയ നമ്മൾ ചിലപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു ഷോർട്സ് നോക്കാൻ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്സ് നോക്കാൻ വേണ്ടി ചിലപ്പോൾ ഫോൺ എടുക്കുന്നതായിരിക്കും. ഒരു ഷോട്ട് 10 പിന്നെ 20 പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ആയി, പിന്നെ ഫ്രണ്ട്സിന് അയക്കുന്ന കോമഡി. അപ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത യൂട്യൂബ് ഷോർട്സും കാര്യങ്ങളൊക്കെ? അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടായി. ഞാനൊരു PVയിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഒരു 3 ദിവസത്തെ. സോ അവിടെ പോയാലും 3 ദിവസം ഫോൺ ഉപയോഗിക്കാണ്ട് നമ്മളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആരുടെയെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ട് മാത്രം വിളിക്കാം. സോ അവിടെ പോയൊരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ നോക്കിയാലും അത് ഭയങ്കര എഫക്റ്റീവ് ആയി തോന്നി. ഡെയിലി ഇവിടെ റേസിൽ വരികയാണെങ്കിലും രാത്രി പോയി റൂമിലെത്തിയാലും വേറെ ചെയ്യാനൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഫോൺ യൂസ് കുറച്ച് ഉണ്ടാകുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റ ആണെങ്കിലും ഞാൻ എല്ലാത്തിലും ആക്റ്റീവായിട്ട് ഉണ്ട്. ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒന്നും ഒഴിവാക്കിയിട്ടുള്ള പഠിത്തം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ കുറച്ച് പാടുള്ള മനുഷ്യനാണ്. ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ ഇട്ടേച്ച് നോക്കിയാലും പറ്റാത്തൊരു ടൈപ്പായിരുന്നു. അപ്പം ഞാൻ ബാലൻസ് ചെയ്യാൻ വെച്ചാൽ ഒരു ഏകദേശം റേസിൽ വരുന്ന ടൈമിൽ അങ്ങനെ വാട്സപ്പ് യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ല ട്യൂഷൻ്റെ കാര്യമോ അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. ബാക്കി സ്പെയർ ടൈം നിങ്ങൾ പഠിക്കുന്ന ടൈം എന്താണോ ആ ടൈമിൽ നിങ്ങൾ ഇപ്പം ഏത് കാര്യം നിങ്ങൾ പഠിക്കുന്നതാണെങ്കിലും ആ ടൈമിൽ അത് മാത്രം സ്പെൻഡ് ചെയ്യാം. അതിൻ്റെ പുറമേ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ആ ടൈമിൽ ഞാൻ വാട്സപ്പോ അല്ല റേസിൽ വന്നാൽ വാട്സപ്പോ അങ്ങനെ യൂട്യൂബ് അങ്ങനെ യൂസ് ചെയ്തില്ല. റൂമിൽ എത്തിക്കഴിഞ്ഞാൽ സ്പെയർ ടൈം ഉണ്ട് സ്ഥലത്തിൽ പുറത്തു പോകുന്ന സ്ഥലത്ത് അങ്ങനെയാണ് മുഴുവൻ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ടത് മോട്ടിവേഷൻ. അത് ഓൾറെഡി അതിൽ പറഞ്ഞു, എന്നെ മോട്ടിവേറ്റ് ചെയ്ത് മൊത്തം എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ ഡൗൺ ആയാലും ഒരു മോക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡൗൺ ആയാൽ കൂടി എൻ്റെ ഫ്രണ്ട്സിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മാർക്ക് പറഞ്ഞാലും എല്ലാത്തിനും ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അതിൻ്റെ സ്റ്റോറി ഞാൻ മൊത്തം കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്, ആ ഒരു
എന്താ ഒരു പാക്ക് പോലെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവൻ മെന്റേഴ്സ് ആണ്, ഇപ്പൊ ദേവിക മിസ്സും സുൽഫിയ മിസ്സും ആ ഒരു പാക്ക് കൂടെ ഉള്ളത് കൊണ്ട് ഒരുപാട് അടുത്ത് സപ്പോർട്ടായിട്ട് വന്നു. ഓക്കെ, അപ്പൊ മോട്ടിവേഷനും ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയായിരുന്നു മോട്ടിവേഷൻ. ഞാൻ അത് പറഞ്ഞ സെൽഫ് മോട്ടിവേഷൻ എപ്പോഴും ഉണ്ട്. കാരണം ഞാൻ പണ്ടെപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞ ഡിഫൻസ് സ്വപ്നമായിരുന്നു. സോ അത് എത്താണ്ടായാലും പിന്നെ ഞാൻ വെച്ചു പ്രൈമറിലി എനിക്ക് ഫോക്കസ് നേരെ പ്രൈവറ്റ് സെക്ഷനിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാലും എനിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വർക്കായിട്ട് തോന്നിയില്ല. സ്റ്റേബിൾ എന്നല്ല, ഐ മീൻ അതിലെനിക്കൊരു എൻ്റെ മനസ്സും ഇഷ്ടപ്പെടുന്ന എനിക്കൊരു വർക്കിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സോ ഞാൻ വീണ്ടും SSC ആലോചിച്ചത് അപ്പോഴാണ്. അപ്പോഴേ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാനായിരുന്നു. ഒരു ദിവസം ഞാൻ സുൽഫിയ മിസ്സിന് വയസ്സേ ഒരു കൊല്ലായി ഇനി വിട്ട് പോകണം തോന്നുന്നുണ്ട്. വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് വാ ഒരു കൊല്ലായി എന്നെ വീട്ടിൽ നോക്കാം. മിസ്സ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നീ വീട്ടുകാരോട് പറ ഭക്ഷണം ഇപ്പൊ ഇവൻ മിസ് പറഞ്ഞെങ്കിൽ റേഷൻ അരി കിട്ടുമല്ലോടാ, അതെങ്കിലും വെച്ച് അമ്മയോടും അച്ഛനോടും ഭക്ഷണം അങ്ങനെയെങ്കിലും നിൽക്കാൻ പറ, കുറച്ചു കാലത്ത് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ. നീ എനിക്കൊരു ജോലി കിട്ടുന്നു. മിസ് പറഞ്ഞ മിസ്സിന് ഇപ്പൊ ജോലി, മിസ് ഒരു കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ജോലി കിട്ടുന്ന ആ മൊമെന്റ് വരെ എല്ലാവരും പറയും നീ ജോലിക്ക് പോകുന്നില്ല. ഇവിടെ എന്റെ അച്ഛനോട് എല്ലാവരും പറഞ്ഞു. അച്ഛനോട് ഇപ്പൊ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാല് അച്ഛൻ കരഞ്ഞു, സത്യം പറഞ്ഞാൽ കരഞ്ഞു. അച്ഛൻ ചോദിച്ചാല് അച്ഛൻ പറഞ്ഞാല് എല്ലാവരും എന്നോട് ചോദിക്കുക അവനെന്താ പണിക്ക് വിടാതെ, എല്ലാവരും ജോലിക്ക് പോകാതെ. അതുപോലെ അച്ഛൻ കരഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത് കുറച്ച് സാലറി കുറവായിരുന്നു. സോ അത് നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലിനെ പുലർത്താനോ അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് പോകാനോ എനിക്ക് മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ആലോചിച്ചു SSC പോലെ ഒരു നല്ല ജോലി കിട്ടിയാൽ, ഇപ്പം കിട്ടിയാൽ ഇൻകം ടാക്സ് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ അഫ്കോഴ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ എനിക്ക് ഫർദർ വളരാനുള്ള എവിടെ പഠിക്കാനും മുന്നോട്ട് പോകാനുള്ളൊരു അവസരമുണ്ട്. സോ ഈ മിസ്സുമാർ പറഞ്ഞ മോട്ടിവേഷനും സെൽഫായിട്ട് എപ്പോഴും ഡൗൺ ചെയ്യുമ്പോൾ ഞാൻ ഇൻക്വസ്റ്റ് നടത്തും, സെൽഫായിട്ട് റിവ്യൂ ചെയ്യും ഞാൻ എവിടെയൊക്കെയാണ് തളർന്നു പോകുന്നത്. ആ സമയത്തൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ദൈവത്തിന്റെ കാരണമുണ്ടോ എന്തൊക്കെയുണ്ട് പറ്റിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എനിക്ക് പറഞ്ഞ പോലെ അതിനോട് സംസാരിക്കുമ്പോൾ മേ ബി ചിലപ്പോൾ ഈ എക്സാം കിട്ടുന്നതിനൊരു 1 year മുന്നേ ചിലപ്പോൾ അതിലും തോന്നി കാണും ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാണോ. പക്ഷെ ഇപ്പോൾ എടുത്ത ഡിസിഷൻ ശരിയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സാർ പറഞ്ഞ 2 കൊല്ലമല്ല, ഒരു 2.5 കൊല്ലം മുന്നേ ഞാൻ ബാംഗ്ലൂർ ഫസ്റ്റ് എൻ്റെ ജോലിയായിരുന്നു. അത് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത് ക്വിറ്റ് ചെയ്തു. വീട്ടിൽ പറഞ്ഞില്ല, 2-3 മാസം കഴിഞ്ഞിട്ടേ പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ച ലൈഫിൽ എടുക്കുന്ന ചിലപ്പോൾ ഏറ്റവും വേസ്റ്റ് മൊമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ബെസ്റ്റ് മൊമെന്റ് ആയിരിക്കാം. അത് ഇപ്പോഴെനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എൻ്റെ CEO പറഞ്ഞു എനിക്ക് വേണ്ടിക്കലും ജോയിൻ ചെയ്യാം, യു ക്യാൻ സ്റ്റിൽ കണ്ടിന്യൂ പറഞ്ഞു. പക്ഷെ ഞാൻ തീരുമാനിച്ചു എനിക്കിതിലേക്ക് പോകണം, ഉറച്ചു നിന്നു. പിന്നെയും ഇവിടെ വന്ന സമയത്ത് എനിക്ക് എൻ്റെ മുത്തച്ഛൻ വഴി ഒരു ഡോക്ടർ വഴി ഗൾഫിലേക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോഴും വീട്ടിൽ നിന്ന് പറഞ്ഞു നീ വേണമെങ്കിൽ അതിലേക്ക് പോയിക്കോ, എനിക്ക് ഇനിയും പോവാം. മുത്തച്ഛൻ പറഞ്ഞ നല്ല സാലറിയുടെ ജോലിയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞാലും എനിക്ക് ഇവിടെ റീസൽ ഫണ്ടിലൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ആര്യ പ്രജിത്ത്. അപ്പം അവരിപ്പം പറഞ്ഞു വെച്ചാൽ നിനക്കിപ്പോഴും ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നീ ഗൾഫിൽ പോയി ജോലി തിരിച്ചു വന്നു വെച്ചാൽ. സോ നിനക്ക് ഇപ്പം പറയുന്ന CGL ആണെങ്കിലും CHS ആണെങ്കിലും MTS ആണെങ്കിലും നിനക്ക് അതിലൊക്കെ ഉള്ള ഏജ് പരിമിതി കഴിഞ്ഞു. സോ നിനക്ക് വീണ്ടും അത് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നീ അവരോട് പറയാ നിന്റെ കാര്യമാണ്, നീ തന്നെ പറയാം. ലൈഫിൽ എപ്പോഴും അങ്ങനെ തന്നെ, നമ്മളെ ഓരോ കാര്യമാണെങ്കിൽ നമ്മൾ തന്നെ പറയേണ്ടി വരും, ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ആലോചിച്ചു, ഇവർ പറഞ്ഞ കാര്യം ശരിയാണ്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരുന്നില്ല, ഒരു കൊല്ലം ഞാൻ മാക്സിമം ട്രൈ ചെയ്യട്ടെ. പിന്നെ ഞാൻ വിചാരിച്ചു വന്നു ഇനി ഞാൻ ജോലി വാങ്ങിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് ഒരു ഡിസിഷൻ എടുത്തു. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയതാണ് എല്ലാ ഹെൽത്തും നല്ല കാര്യം. കാരണം ആ സമയത്ത് എടുത്ത ആ റിസ്ക് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം അത്. കാരണം ചിലപ്പോൾ അത് ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും, നമുക്ക് അതൊന്നും അറിയത്തില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. ചിലപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ വേണ്ടി വരുമായിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫാണ്, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ എന്ത് വന്നാലും നമ്മൾ തന്നെയാണ്, നമുക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഫ്രണ്ട്സ് പറയാം, ഫാമിലി പറയാം, നിർത്തിയിട്ട് പോകും. ചിലപ്പോൾ നമ്മൾ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവിടെ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് റിഗ്രറ്റ് വന്നു. 1 വർഷം കൂടെ ചിലപ്പോൾ നോക്കി ചിലപ്പോൾ കെട്ടിയാലോ അങ്ങനെ വല്ലതും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതം മൊത്തം ആവശ്യം അവിടെ തന്നെ നടക്കും. ഓക്കെ, ഡിസിഷൻ കറക്റ്റായി പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞ പോലെ ആ ഒരു ഡീബാർ ആവുന്നവരെ അല്ലെങ്കിൽ ആ ഒരു വർഷം കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. അവരൊക്കെ ഇപ്പൊ ഒരാൾ സ്റ്റേഷൻ റേസിൽ തന്നെയുള്ള സ്റ്റുഡൻസ് ആണ് ഈ പറഞ്ഞ ആര്യ പ്രജിത്ത് ആണെങ്കിൽ. ഒരാൾ മാരീഡ് ആയി, പ്രജിത്ത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. ആര്യ ഇപ്പോഴും NC സ്പെഷ്യൽ എൻട്രിയിൽ നാഗാലാൻഡ് വർക്ക് ചെയ്യാം. അവരാണ് ഇപ്പോഴും ആ പറഞ്ഞ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എക്സാമിന്റെ അനാലിസിസിനെ പറ്റി സംസാരിച്ചു, പാറ്റേണിനെ പറ്റി സംസാരിച്ചു,
അതുൽ പോയ ആ വഴികൾ, ആ പാത്ത്, അതെല്ലാം നമ്മൾ സംസാരിച്ചു. ഇപ്പം ഇതെല്ലാം പറയുമ്പം ഒരുപാട് പേര് ഇനി SSC MTS എക്സാം ആണെങ്കിലും CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അതല്ലെങ്കിൽ ന്യൂ ജോയിനിങ് ഒരുപാട് പേരുണ്ട്. ഈ വർഷം പഠിച്ചിറങ്ങുന്ന ഇനി എന്ത് ചെയ്യണം, SSC വേണോ വേണ്ടയോ, അതല്ലെങ്കിൽ ഇപ്പോൾ MTS 1 മാർക്കിനൊക്കെ പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് അതുൽ എന്താ പറയാനുള്ളത്? എന്താ അത് അതുലിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താ? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരുപാട് എക്സാംസിൽ ക്ലിയർ ചെയ്ത് 19ഓളം എക്സാംസ് ഏകദേശം പണ്ട് +2 മുതലേ ഞാനിങ്ങനെ ആർമി നേവി നോക്കിയുണ്ട്. 19ഓളം എക്സാംസ് എഴുതിയിട്ടാണ് വലിയൊരു ജോലി എൻ്റെ കയ്യിൽ വരുന്നത്. സോ തോന്നിയ വെച്ചാൽ നമ്മൾ തളർന്നു പോകുമ്പോൾ പരീക്ഷകളിലോ അല്ലെങ്കിൽ ജോലിയോ കിട്ടാണ്ട് ഒരു എക്സാം ക്ലിയർ ആവാൻ എടുക്കുമ്പോഴും നമ്മൾ അവിടെ നോക്കുക, നമ്മൾ എന്താണ്, എവിടെയാണ് നമ്മൾ ഷോർട്ട് വന്നിട്ടുള്ളത്, ആ ക്ലിയർ ആക്കുക. പക്ഷെ വിശ്വാസം വേണം. നീ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന 100% നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണം. അതുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹെൽപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നതാണ്. അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ റിവ്യൂ ചെയ്യണം. പരീക്ഷ ഇപ്പം അവിടെ ആരോ പണ്ട് പറഞ്ഞു, നീ ഒരു തെറ്റ് ചെയ്തോട്ടെ, ലൈഫിൽ ഒരുപാട് തെറ്റ് ചെയ്യും, പക്ഷെ ആ തെറ്റുകൾ റിവ്യൂ ചെയ്യുന്നില്ലെങ്കിൽ മിസ്റ്റേക്സ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. സോ നമ്മൾ ഏതെങ്കിലും എക്സാം കിട്ടിയില്ല. ഇപ്പോൾ ഞാനിപ്പം CGL പണ്ട് എഴുതിയ ടൈമിൽ എനിക്ക് ഒരു 5-8 മാർക്കിനൊക്കെ പ്രിലിംസ് ഒക്കെ ക്ലിയർ ആയ സമയമുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില സെക്ഷനിൽ നല്ല 45 മാർക്ക് ഇംഗ്ലീഷ് അടിക്കുമെങ്കിലും മാത്സ് ചിലപ്പോൾ ഞാൻ വീക്കാണ്. ഇത് അറൗണ്ട് 35 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. സോ ആ പാർട്ടും ഈ പറഞ്ഞ ഓരോ സെക്ഷനിൽ ഒരു 5-10 മാർക്ക് കൂടി എടുത്താൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നു. സോ നമ്മൾ എവിടെയാണോ വീക്കുള്ള ആ സെക്ഷൻസ് മനസ്സിലാക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ എത്തും. പക്ഷെ വിശ്വസിക്കുക, മുന്നോട്ട് പോകും. ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ലൈഫ് എടുത്താൽ വളരെ വേരിയിങ് ആണ്. ആസ് ആൻ ഇൻഡിവിജ്വൽ ഇപ്പം അതിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, അതിനെ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് അതിനും അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ അതിന്റെ അതേ സ്വപ്നം കാണുന്നവരാ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ ആ പറഞ്ഞ മെന്റർ ഇല്ലായിരുന്നെങ്കിലോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്ന് ജോലി നിർത്തിയിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഫോൺ കോൾ ഇല്ലായിരുന്നെങ്കിലോ, ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല, എൻ്റെ ഒരു ഡിഫറെൻറ്റ് പാത്തായിരിക്കും. ഇപ്പം ട്രിവാൻഡ്രം റൈസിനെ സംബന്ധിച്ചോളം നമുക്കും ഒരു അഭിമാന നിമിഷമാണ്. കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആസ്പിറന്റ്, നമ്മളെ ഓരോരുത്തരും കൂട്ടത്തിൽ രഞ്ജിത്തൊക്കെ ആണെങ്കിലും നമ്മുടെ ടീമിലുള്ള എല്ലാവരും പറയാറുണ്ട്, ഞാനൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അതിൻ്റെ ജോലി. രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം കൂടെ ഇത് പറഞ്ഞതാണ്, ഞാനൊക്കെ ആത്മാർത്ഥമായിട്ട്, കാരണം അവന് കുറച്ചധികം വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആഗ്രഹിച്ചതിൽ ഒരു 1 of the person അവനായിരുന്നു. അവൻ്റെ ജോലി ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, അപ്പോൾ കഷ്ടപ്പെടുന്ന ഒരു ജോലി നേടുമ്പോഴേ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ശരിക്കും നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫാമിലി, നമ്മളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, പിന്നെ അതിൻ്റെ ഫ്രണ്ട്സ്, അവർ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ആവും. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നി അതിനോട് സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ എനിവേ ഇറ്റ്സ് എ വണ്ടർഫുൾ ടോക്ക് അതിൽ എന്നോട് കൂടെ ഉള്ളത്. എനിവേ ഓക്കെ.